കോഴിക്കോട് പേരാമ്പ്ര ചെറുവണ്ണൂരിൽ യുവതിക്ക് നേരെ ആസിഡ് ആക്രമണം. ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയ പൂനത്ത് സ്വദേശി പ്രഭിഷയുടെ ദേഹത്ത് മുൻ ഭർത്താവാണ് ആസിഡ് ഒഴിച്ചത്. പ്രഭിഷയുടെ മുഖത്തും നെഞ്ചിലും പുറത്തും പൊള്ളലേറ്റു. ആസിഡ് ഒഴിച്ച ശേഷം പ്രതി പ്രശാന്ത് മേപ്പയൂർ പോലീസിൽ കീഴടങ്ങി. വിവരങ്ങളുമായി മേഘ മാധവൻ കൂടി ചേരുന്നുണ്ട്. മേഘ, എന്താണ് ഈ ഒരു ആക്രമണത്തിന് കാരണം? ഒപ്പം തന്നെ ഈ പ്രഭിഷയുടെ ആരോഗ്യനില എങ്ങനെയാണ്? വർഷ, ഇന്ന് രാവിലെയോടുകൂടിയാണ് സംഭവം നടക്കുന്നത്. ചെറുവണ്ണൂർ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയ കോട്ടൂർ സ്വദേശിനിയായ പ്രഭിഷയ്ക്ക് നേരെയാണ് മുൻ ഭർത്താവിന്റെ ആസിഡ് ആക്രമണം ഉണ്ടായത്. ഈ ആശുപത്രിക്കുള്ളിലേക്ക് കടന്നു വന്ന മുൻ ഭർത്താവ് പ്രശാന്ത് സംസാരിക്കാനെന്ന വ്യാജേന എത്തി മുഖത്തും ശരീരത്തിലൊക്കെ തന്നെയും ആസിഡ് ഒഴിക്കുകയായിരുന്നു. മുഖത്തിന്റെ ഒരു ഭാഗത്തും അതിനൊപ്പം പുറത്തും പൊള്ളൽ ഏറ്റ നിലയിലാണ് ഇപ്പോൾ ഉള്ളത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് പ്രഭിഷ ചികിത്സയിൽ കഴിയുന്നത്. വലിയ പരാതി കുടുംബം പ്രശാന്തിന് നേരെ ഉന്നയിക്കുന്നു. കാരണം 12 വർഷം മുൻപാണ് ഇവരുടെ വിവാഹം കഴിഞ്ഞത്. 2.5 വർഷം മുൻപ് നിയമപരമായി വേർപിരിഞ്ഞ് താമസിക്കുകയാണ്. ഈ ഭർത്താവിനൊപ്പം ഈ പ്രഭിഷ എത്തണം എന്ന ആഗ്രഹമാണ് ഇത്തരത്തിലൊരു ആക്രമണത്തിലേക്ക് കലാശിച്ചത് എന്നതാണ് പറയുന്നത്. ഈ ഭർത്താവ് പ്രശാന്ത് ഈ കാര്യം ഉന്നയിച്ചുകൊണ്ട് നിരന്തരം പ്രഭിഷയെ ഭീഷണിപ്പെടുത്തിയിരുന്നു. എന്നാൽ ഈ പ്രശാന്ത് ലഹരിക്കടിമയാണ്. കഞ്ചാവ് ഉൾപ്പെടെ ഉപയോഗിക്കുന്നുണ്ട് എന്നതാണ് ഈ പ്രഭിഷയുടെ അമ്മ ഇപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞത്. നേരത്തെയും നിരവധി തവണ ഇവർ പ്രശാന്തിനെതിരെ പരാതി നൽകിയിരുന്നു. പരാതിക്ക് പിന്നാലെ പലതവണ പോലീസ് പ്രശാന്തിനെ വിളിച്ച് കാര്യങ്ങൾ ചോദിക്കുകയും പിന്നീട് വിട്ടയക്കുകയുമാണ് ചെയ്തിരുന്നത്. ഏതായാലും നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ്. മജിസ്ട്രേറ്റ് ഇപ്പോൾ പ്രഭിഷയുടെ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ശരി, മേഘ മാധവനാണ് വിവരങ്ങൾ നൽകിയത്.